യുവത്വകാലത്ത് ഇബാദത്ത് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. കാരണം തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള പ്രേരണ കൂടുതലുണ്ടാവുന്നത് യുവത്വകാലത്തായിരിക്കും. പ്രായമായി കഴിഞ്ഞാൽ എന്ത്, പിന്നെ മരിക്കണമെന്നും ഏകദേശം മനസ്സിലാവും. മാങ്ങൻ്റെ കളർ യെല്ലോ കളറിലേക്ക് പോയാൽ ഏതായാലും എന്നെ ആരെങ്കിലുമൊക്കെ വെട്ടും, കൊക്കയെ കൊണ്ട് പറിച്ചെടുക്കുമെന്ന് മാങ്ങക്ക് തന്നെ തോന്നുമല്ലോ. നരച്ച് രോമങ്ങളൊക്കെ നരച്ച് തേയ്മാനമൊക്കെ സംഭവിച്ച് സ്വാഭാവികമായിട്ടും വള്ളിയിലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. പക്ഷേ യുവത്വം എന്ന് പറയുന്നത് ത്രസിക്കുന്ന ഒരു കാലമാണ്. അടിക്കടി ഇടിക്കടി അങ്ങനത്തെ ഒരു കാലമാണ്. ആ കാലത്ത് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൂലി ചെറുതല്ല, വലിയ കൂലിയാണ്. അതാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം. لأن عبادته أشق لغلبة شهوته وكثرة الدواعي له على طاعة الهوى. തെറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രേരണയും ചുറ്റുവട്ടത്തുള്ള കാലാണ് യുവത്വകാലത്ത് എന്ന് പറഞ്ഞാൽ. അപ്പുറത്തെ ഹറാമുകളിൽ നിന്ന് മാടി വിളിക്കുന്ന ക്യാമ്പസുകൾ, രാത്രികാലങ്ങളിൽ വൃത്തികേടുകളുടെ സൈറ്റുകൾ തുറന്നിരിക്കുന്ന സംവിധാനങ്ങൾ, പഴയ കാലത്താണെങ്കിൽ ചില്ലറ ഭണ്ഡാരത്തിൽ നിന്ന് പൊക്കിയിട്ട് സിനിമാ തിയേറ്ററിലേക്ക് പോകേണ്ട അവസ്ഥയാണെങ്കിൽ ഇന്ന് കൈവെള്ളയിൽ മൾട്ടിമീഡിയ സംവിധാനങ്ങളാണ്. എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ 17-18 വയസ്സുള്ള ചെറുപ്പക്കാരെങ്ങാനും ഈ പരിസരത്തു നിന്ന് എവിടെന്നെങ്കിലും വല്ല ആക്സിഡൻറ്റിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ വല്ല അപകടവും സംഭവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുകയോ ചെയ്താൽ പരലോകത്തെത്തിയിട്ട് മൂപ്പരുടെ ഏട് വായിക്കുമല്ലോ. അപ്പോൾ ഏട് വായിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ വായിക്കും, വയസ്സ് 17, പേര് ഇന്നത്. ആകെ 2 വർഷമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ഭൂമിയിൽ ജീവിച്ചത്. 15-ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്. 16, 17, 2 വർഷത്തിനിടയിൽ ചെയ്ത കർമ്മങ്ങൾ വായിക്കണമല്ലോ സ്വന്തം. ഒന്ന് ശ്രദ്ധിക്കണേ, 2,18,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 1. 2 ഇങ്ങനെയാണ് വായിക്കേണ്ടി വരിക. വേറെന്താ നമ്മളെ കുട്ടിക്ക് ഇപ്പം പണി? സ്ക്രോൾ ചെയ്യലല്ലാതെ. ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് നമ്മളെ കുഞ്ഞുങ്ങൾ വായിക്കുന്നുണ്ട് ഡെയിലി. 5 പേജ് ഖുർആൻ ഓതാൻ നേരമില്ല. അതാണ് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ സ്പെസിഫൈ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്. അതെന്താണ് അവരെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം? തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരിക്കെ തെറ്റ് ചെയ്യാതിരുന്നാൽ അവർക്ക് പ്രതിഫലം കൂടുതലായിരിക്കും. ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസിൽ, പ്രൊഫഷണൽ ക്യാമ്പസിൽ ജീവിക്കുന്ന ഒരാൾ നല്ല നിലക്ക് ജീവിച്ചാൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് മുത്തഅല്ലിം ക്യാമ്പസിൽ, ശരീഅത്ത് കോളേജിൻ്റെ ക്യാമ്പസിൽ ജീവിക്കുന്നതിനേക്കാൾ ഈ വിഷയത്തിൽ പ്രതിഫലം കൂടുതലുണ്ടാവും. എന്തേ കാരണം? അപ്പുറത്തുനിന്ന് ഡ്രഗ്സ്, ഇപ്പുറത്തുനിന്ന് ഗേൾസ്, ഇപ്പുറത്തുനിന്ന് നെറ്റ് ബ്രൗസിങ്, ഇങ്ങനെ 4 വട്ടം മുഴുവനും തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ഇന്നി അഖാഫുല്ലാ, ഞാൻ ഈ തെറ്റിനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നല്ല ആൾക്ക് ജീവിക്കണത്. അതാ ഷെഹ്റാനി ഇമാം പറഞ്ഞത്, തർക്കു ഹറാമിൻ വാഹിദിൻ, ഒരു ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് ഹറാമ് ചെയ്യാതിരിക്കുക എന്ന് പറയണത് ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ, 1000 ഹജ്ജ് ഉംറയും ചെയ്തതിനേക്കാൾ പ്രതിഫലം ഉണ്ടാവും. ഓ ചെറുപ്പക്കാരെ, നമ്മൾ ഇതൊന്ന് കേൾക്കണം. അതങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ സാധാരണ ഇവിടുന്ന് ദിക്ർ വലിയ കൂലിയല്ല കിട്ടുക. കാരണം എന്താ? ടൗൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും വഞ്ചന, കളവ്, വാക്തത്വ ലംഘനം, ഇതേപോലെ കുറേ ഹറാമുകൾ നടക്കുന്ന സ്ഥലമാണ് അങ്ങാടി, മാർക്കറ്റ്. വത്തക്ക ഇതാ പഴുത്തത്, ഉള്ളു ഇങ്ങനെ കുറേ കളവുകൾ ഇങ്ങനെ പറയും.
ഇതാ മുന്തിയ സാധനം, ഉസ്താദിനായോണ്ട് വില കുറച്ച് തരുന്നു, അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്. കുറേ കളവ് പറയുന്ന സ്ഥലമാണ് ടൗൺ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ടൗണിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലിയാൽ, ഇനി കേൾക്കുന്ന ഓഫർ കേട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ നന്മ ചെയ്യാതിരിക്കൂല. എന്താ ഓഫർ എന്നറിയാം? ഈ ദിക്ർ ഒരാൾ പാനൂർ ടൗണിൽ, തലശ്ശേരി ടൗണിൽ, കൂത്തുപറമ്പ് ടൗണിൽ, കണ്ണൂർ ടൗണിൽ, തളിപ്പറമ്പ് ടൗണിൽ, പയ്യന്നൂർ ടൗണിൽ അല്ല, ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന അങ്ങാടിയിൽ കയറുമ്പോൾ ചൊല്ലിയാൽ 10 ലക്ഷം പ്രതിഫല അയാൾക്ക് അള്ളാഹു എഴുതുക. തീർന്നോ? ഇല്ല. 10 ലക്ഷം തെറ്റ് അയാളുടെ ഏടെന്ന് മായ്ക്കും. തീർന്നോ? ഇല്ല. 10 ലക്ഷം ദറജ അള്ളാഹു വർദ്ധിപ്പിക്കും. ഈ ദിക്റെല്ലാൻ എത്ര സമയം വേണ്ടത്? 1/2 മിനിറ്റ്. എന്താ അത്രയും ഓഫർ കിട്ടിയത്? അത് ടൗൺ എന്ന് പറഞ്ഞാൽ തെറ്റുകളുടെ കൂമ്പാരുള്ള സ്ഥലമാണ്. അതുകൊണ്ടല്ലേ ടൗണിൽ അധികം നിൽക്കരുത് ആവശ്യമില്ലാതെ എന്ന് പറയണത്. അതേപോലെ ഇബാദത്തില്ല, തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള കാലാണ് യുവത്വകാലം എന്ന് പറഞ്ഞാൽ. ആ കാലത്ത് തെറ്റില്ലാതെ പിടിച്ചു നിന്നാൽ അവൻ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും. അല്ലെങ്കിൽ യുവത്വകാലത്ത് തന്നെയല്ലേ ശരിക്കും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടത്. പശു ഏറ്റവും കൂടുതൽ പാല് തരുന്നത് യുവത്വകാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുന്നത് യുവത്വകാലത്താണ്. നമ്മളെ പള്ളിയിൽ മഗ്‌രിബിന് ഏറ്റവും കൂടുതലുള്ളത് വയസ്സന്മാർവാണ്. യുവത്വകാലത്തല്ലേ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ടല്ലേ ഹജ്ജ് ഉംറക്കൊക്കെ പോയ ഉമ്മ വാപ്പമാർ ചെറുപ്പക്കാരോടായ മക്കളോട് പറയും, മക്കളെ ഈ മലയൊക്കെ കയറണമെങ്കിൽ നിങ്ങൾ ആരോഗ്യകാലത്ത് തന്നെ വന്നോളീന്ന്. ആരോഗ്യകാലത്തല്ലേ ഈ ബാത്തൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നേരെ ഉൾട്ടയാ പലപ്പോഴും സംഭവിക്കുക. അടിച്ച് പൊളിച്ച് തിമിർത്താടി, പിന്നെ പെട്ടെന്നൊരു റമദാനിലൊരു നന്നാവൽ, പിന്നെയും പഴയ തെറ്റിലേക്ക് തന്നെ പോകൽ. ഇതൊക്കെ ഒന്ന് നിർത്തി നമ്മുടെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് നീക്കണം. ആശ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു, ആശ. അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് നന്നാവണം എന്ന വിചാരത്തിൽ ഇസ്ലാം സ്വീകരിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എവിടെ പോവാ? ഇസ്ലാം സ്വീകരിക്കാൻ. ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, എടോ ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയല്ലേ അത് സ്വീകരിക്കണത്. അപ്പോൾ അടുത്തത് ഇവർ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ വ്യഭിചരിക്കാനൊന്നും പറ്റൂല, സുഖമുള്ള പരിപാടിയൊന്നും പറ്റൂല. അത് ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റന്നെ. വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ഒരു സുഖം, എനിക്കതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. ഇയാളെ എങ്ങനെയും പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അടവ് മാറ്റി. പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ കുടിക്കാൻ പറ്റൂല, കള്ളു കുടിക്കാൻ പറ്റില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ഇക്കൊല്ലം ഏതായാലും അടിച്ചു തിമിർത്തട കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫൈനൽ ഇയർ ഏതായാലും അടിച്ചു പൊളിക്കുക, പിന്നീട് നന്നാവാന്ന്. ലാസ്റ്റ് മോളെയും കൂടി കല്യാണമല്ലേ, ഗാനമേള. ലാസ്റ്റ് മോളെ കല്യാണം അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കബറിലേക്ക് പോകുന്നതിന് മുമ്പ് ആജിക്കാക്ക് മോളില്ലല്ല. അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അടിച്ചു പൊളിക്കാം, അടുത്ത കൊല്ലം ഇസ്ലാമിലേക്ക് വരാം. തഫ്സീർ ഖുർത്തുബിയിലുണ്ട് ഈ ചരിത്രം. അങ്ങനെ ഇയാൾ ആ തീരുമാനത്തോടെ നാട്ടിലേക്ക് കുതിരപ്പുറത്ത് തിരിച്ചു പോകുമ്പോൾ കുതിരന്ന് താഴേക്ക് വീണു, മരിച്ചു. ഇതാണ് നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ഗതികേടെന്ന് കിതാബുകളിൽ കാണാം. അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യുവത്വം, അങ്ങനെ ഉള്ളവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മരണപ്പെടുകയുള്ളൂ. കണ്ണൂർ ജില്ല എന്നല്ലേ നമ്മുടെ ജില്ല. തളിപ്പറമ്പ് നെരിക്കോട് പ്രദേശത്ത് നിങ്ങളൊക്കെ ഒന്ന് പോരുമ്പോൾ അവിടെ ഒരു മഹാനുണ്ട്, നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ സിയാറത്ത് ചെയ്യേണ്ട ഒരു മഹാനാണ്. അവർ വഫാത്തായത് ജലാലിയ റാത്തീബിൽ ദിക്റിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ
റമളാനിൽ പള്ളിയിൽ ഈത്തികാഫിലായി മരണപ്പെട്ടു. എന്തേ കാരണം? വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ജീവിതകാലം മുഴുവൻ ദിക്റിൽ ആയി. അതുകൊണ്ട് തന്നെ അഅദ്ദല്ലാഹു ലഹും, അവർക്ക് അള്ളാഹു ആ സമ്മാനം കൊടുത്തു. ഗസാലി ഇമാം വഫാത്താവുന്നത് ബുഖാരി എന്ന കിതാബ് നെഞ്ചിൻ്റെ മേലെ വെച്ചിട്ടാ. കിതാബിലായി ജീവിച്ചു, കിതാബിലായി വഫാത്തായി. ഒരു മഹാൻ വഫാത്താവുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോന്ന്? കുറച്ചും കൂടി കിതാബ് നോക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. കണ്ടോ? വേറൊരു മഹാൻ വഫാത്തായതിനു ശേഷം സ്വപ്നത്തിൽ കണ്ട ഒരാൾ ചോദിച്ചു, എന്താണ് അവസ്ഥ? മരണവേദന എങ്ങനെ ഉണ്ടായിരുന്നു? മരണവേദന ഇല്ലേ? മരണവേദന അതെന്താ സാധനം? അല്ല, മരിക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിട്ടില്ലേ? കുന്തു അതാമലു മസ്അലത്തൻ, ഞാനൊരു മസ്അല ചിന്തിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ അസ്രായിൽ വന്നിട്ട് എൻ്റെ റൂഹ് കൊണ്ടുപോയി. വലം അഷ്ഉർ ബി ഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോകുന്നു ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല, അസ്രായിൽ ഒറ്റ കൊണ്ടുപോകുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട്? ഒരു മഹാൻ്റെ അടുത്ത് അസ്രായിൽ അലൈഹി സ്വലാം വന്നപ്പോൾ അസ്രായിൽ ചോദിച്ചു, റൂഹ് പിടിക്കട്ടെ എന്ന്. മഹാൻ പറഞ്ഞു, എന്ത് ചോദ്യം അസ്രായിൽ, 40 കൊല്ലമായിട്ട് ഞാൻ കാത്തിക്കുന്നതന്നെ നിന്നെയാണ്, പിടിച്ചു പോയട്ടെ. എങ്ങനെയുണ്ട്? ഇങ്ങനെ നമുക്ക് മരിക്കണം. എപ്പോഴും വുളൂള്ള ആളാണെങ്കിൽ മരിക്കുമ്പോൾ വുളൂ ഉണ്ടാവും. എപ്പോഴും ഒരാൾ മൊബൈലിന് അഡിക്ഷൻ ആയിനോ എന്നുള്ളത് ഒരു കൺസൾട്ടിങ് സെൻ്ററിലോ കൗൺസിലിംഗ് സെൻ്ററിലോ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുത്തിട്ട് നോക്കിയാൽ മതി, ഞാൻ മൊബൈലിന് അഡിക്ഷൻ ആണോ? എങ്ങനെ കിട്ടുക? മൊബൈൽ സ്വിച്ച് ഓഫ് ആയാൽ, നെറ്റ് തീർന്നാൽ, ചാർജ് കഴിഞ്ഞാൽ, കറണ്ട് പോയാൽ, വൈഫൈ കട്ടായാൽ നമുക്കെന്തോ അസ്വസ്ഥത ഉണ്ട്. എത്ര സമയയുടെ കറണ്ട് ഇല്ല, എന്താ നെറ്റും കിട്ടുന്നത്, ഈ ചൊറമാലക്കെട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യു ആർ അഡിക്റ്റഡ്. ഇനി വേറെ ആരടുത്തും പോയിട്ട് ചെക്ക് ചെയ്യൊന്നും വേണ്ട. ഇപ്പം വലിയ പ്രായമുള്ള ആജിയാമാർക്ക് മൂത്ത മോന് മുഖ്താർ കൊടുത്തേക്കെന്ന് സൗദിയിലെ അൽക്കോബാർന്നോ ഖത്തറിനോ കുവൈത്തുനിന്നൊക്കെ. എന്ത് സർപ്രൈസ് എന്ന് കേട്ടാൽ വിചാരിക്കും ദലായിൽ ഖൈറാത്തിൻ്റെയോ വിർദുൽ ലത്തീഫിൻ്റെയോ പുതിയ ഏടാറ്റാണ്, അടിപൊളി എഡിഷൻ. ഉപ്പാക്ക് കാഴ്ച പറഞ്ഞുകൊണ്ട് വലിയ എഴുത്തുള്ള ഖുർആൻ അല്ല, ഗാലക്സി J6 പുതിയ ഫോണാണ് കൊടുത്തയച്ചത്. എന്നിട്ട് നാളെ മറ്റന്നാൾ ഖബറിലേക്ക് പോകേണ്ടവരാ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൊല്ലത്ത് 19 കാര്യമായി 17 പീഡിപ്പിച്ചു സുബഹിക്ക് ശേഷം വായിക്കുന്നു. ഭാര്യ അത്യാവശ്യം തക്കവുള്ള പെണ്ണായോണ്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, രാവിലെ വൈകുന്നേരം ഇതന്നെ പരിപാടി. അപ്പം പിന്നെ അവിടെ അങ്ങോട്ട് ചൂടാല്. എന്താ ചൂടാലെന്നറിയോ? ലോക വിവരം പിന്നെ ആരറിയാലും, എനിക്ക് ഈ അടുക്കളുടെ പണിയാണ്. മനുഷ്യന്മാരെ ലത്വായിഫുൽ മആരിഫിൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് 3 വിഭാഗം മനുഷ്യന്മാരുണ്ട്. എന്താണ് ഈ 3 വിഭാഗം? ഒന്നാമത്തത് വളരെ മോശം ജീവിതം നയിച്ച ഒരാൾ, വളരെ മോശം ജീവിതമാണ് അയാൾ, വളരെ മോശം ജീവിതം. നാട്ടിലെ ഫ്രോഡാ, പെണ്ണ് കിട്ടുന്നില്ല, ബിക്കോസ് അയാളൊരു തമ്മാടിയാ. പള്ളിയിലില്ല, ഒന്നുമില്ല, നല്ല കാര്യത്തിനൊന്നുമില്ല. ഉപ്പാക്കുമ്മാക്ക് എപ്പോഴും തലവേദന. മൂപ്പര് ഗൾഫില്ലാറ്റും പോയി, അവിടുന്ന് ഏതോ ആത്മീയ മജ്ലിസിൽ പങ്കെടുത്തിട്ടോ ഒരു ഉസ്താദിനെ കണ്ടുമുട്ടിയിട്ടോ എന്തോ പെട്ടെന്ന് അയാൾക്കൊരു മനംമാറ്റം. മുടിയൊക്കെ ചെറുതാക്കി, വീഡിയോ കോൾ ഉമ്മാനെ വിളിച്ചപ്പോൾ, ഇത് നീ എന്നടാ, എൻ്റെ മുടിയെല്ലാം എടുത്തോ എന്നൊക്കെ പറഞ്ഞു ഉമ്മ എന്നെ ട്രോളി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പറയുന്നത്, ഉപ്പാനോട് പറയാൻ എനിക്ക് മടിയുണ്ട്, ഉമ്മ പറയണം. എന്താണ്? ഞാൻ ഒരു മൾട്ടി വിസ എടുത്തിട്ടുണ്ട് ഉപ്പാക്കുമ്മാക്കും. ഇവിടെ ദുബായിൽ വരികയും ചെയ്യാം, നമുക്കൊന്നിച്ച് ബൈ റോഡ് ഉംറക്ക് പോകാം. എത്ര ദിവസം ഉപ്പാക്കുമ്മാക്കും നിൽക്കുക. നീ ശരിക്കും തന്നെയാ പറയുന്നത്, നീ തന്നെയാ പറയുന്നത്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ ഉപ്പാനും ഉമ്മാനും ഉംറ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി. 1 മാസം അൽഹംദുലില്ലാഹ് ഈ ഉപ്പിയുമ്മയും വർഷങ്ങളായി ആഗ്രഹിച്ച കാബനെ കണ്ട് പൂതി തീർന്ന രീതിയിൽ അവിടുന്ന് ഇബാദത്ത് ചെയ്തു. ഉമ്മ കാബൻ്റെ അടുത്തുനിന്ന് വിദായിൻ്റെ തവാഫ് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിക്കൊരു മുത്തം കൊടുത്തിട്ട് ഈ 26 വയസ്സുള്ള ആ ചെക്കനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്തെന്നറിയാം? പൊരുത്തപ്പെട്ടട, എല്ലാം പൊരുത്തപ്പെട്ട് ചെറുപ്പത്തിൽ നീ കാണിച്ച കുരുത്തക്കെട്ടുണ്ട്, എന്തെല്ലോ പറഞ്ഞു പോയത്, മോൻ നന്നാവാനാന്ന് മോനെ, എല്ലാം പൂതി തീർന്നടാ,
എൻ്റെ മോൻക്കല്ല സ്വർഗം തരട്ടേന്ന്. ഏടുന്ന്? സ്വർണ്ണപ്പാത്തിൻ്റെ താഴേന്ന ഈ ദ്വാരക്കണത് കാബൻ്റെ ഉമ്മ ഏടുന്ന് ദ്വാരുന്നാലും സ്വീകരിക്കും. ഇത് പ്രത്യേകിച്ച് എവിടുന്നാ ദ്വാരക്കും നോക്കിയേ. ഉമ്മ ഉപ്പാൻ്റെ കാലിനൊരു നുള്ളി ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങും ദ്വാരക്ക് എന്നിട്ട് ഉപ്പിയും കെട്ടിപ്പിടിച്ചിട്ട് ദ്വാരന്ന്. ഉപ്പമാർ പൊതുവെ പൊട്ടൂല, പൊട്ടിയാൽ അങ്ങോട്ട് പൊട്ടിപ്പോവും. അതിനെ സന്തോഷിപ്പിച്ചിട്ട് എല്ലാം പൊരുത്തപ്പിടിച്ചിട്ട് ശുദ്ധി കലശം ചെയ്യപ്പെട്ട ആ മോൻ ഉപ്പാനും ഉമ്മാനെയും നല്ല ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര അയച്ചു. നാട്ടിലേക്ക് എത്തി. അപ്പോഴാണ് ഒരു ബാഡ് ന്യൂസ് കേൾക്കണത്. യാത്ര അയച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മോന് ജിദ്ദയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി ആക്സിഡൻറ്റിൽ മരിച്ചു വന്നു. നല്ലോനാണ്. ഓന് 25 വയസ്സ് വരെ ഫൈൽഡ് ആണെങ്കിലും ലാസ്റ്റ് ഫൈനൽ ക്ലാസ്സിൽ അടിപൊളി മോനാ. ലത്തായിഫുൽ മആരിഫ് പറയണത് ഹി ഹാസ് ഗോട്ട്സ് ഫസ്റ്റ് പ്ലസ് ഗ്രേഡ്. നല്ലോനാ. ഓൻ ആദ്യമൊക്കെ മോശമാണെങ്കിലും പെട്ടെന്നൊരു കാലത്ത് നന്നായി. രണ്ടാമത്തൊരു വിഭാഗമുണ്ട്. അതേതാ? നല്ല ജീവിതം, വളരെ നല്ല ജീവിതം. പെട്ടെന്ന് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മനംമാറ്റം. ഖത്തറിൽ പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോഴൊക്കെ ഷിർക്ക്. താടിയെല്ലാം നീണ്ട്, പാൻ്റെല്ലാം പൊന്തി, 3 CD 2 ലഘുലേഖ. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മാറ്റം. ഒന്നും തിരിയുന്നില്ല. ഒരാളുടെ മരണസമയം ഈമാൻ നഷ്ടപ്പെടും എന്ന് നേരത്തെ മനസ്സിലാവും അയാൾ ബിദ്അത്തുകാരനാണെങ്കിൽ എന്ന് ഇബ്നു ഹജർ തങ്ങൾ സവാജിറിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ ലോട്ടറി കമ്പനിയിലോ മറ്റേതോ ഹറാമായ ബിസിനസ്സിലോ പെട്ടു. ആരോ പറഞ്ഞു അത് തെറ്റായ ബിസിനസ്സാണെന്ന്. ഉസ്താമാരെല്ലാം പറയണ്ടല്ലോ, ഉസ്താമാർക്കൊന്നും ബിസിനസ് ശരിക്കും അറിയായിട്ടാണ്, കുറേ ഉസ്താമാരിയിലുണ്ട്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് മൂപ്പരിക്കൊരു മാറ്റം. അല്ലെങ്കിലോ നല്ല തസ്ബീമാലയും കൗണ്ടറും ദലായിൽ ഖൈറാത്തും വിർദുൽ ലത്തീഫൊക്കെ കയ്യിൽ വെച്ച ആചാര് സ്ക്രോളിക്കോണ്ടിക്ക ഫോണ് രാവിലെ തന്നെ ഇങ്ങനെ പരിപാടി. പെട്ടെന്ന് ഡൗണായി പോയി. നല്ല കമ്പ്യൂട്ടറായിരുന്നു, ഷട്ട് ഡൗൺ. അയാളെ കാര്യം കട്ടപ്പോകയാ. അയാൾ അങ്ങനെ മരിച്ചാൽ അയാളെ കഥ തീരും. ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, അത് നിങ്ങൾ കേൾക്കേണ്ട വിഭാഗം. അതാരാ മൂന്നാമത്തെ വിഭാഗം? നേരത്തെ തന്നെ നല്ല ജീവിതമായിരുന്നു, നല്ല ജീവിതം. പള്ളി, നിസ്കാരം, ഇബാദത്ത്, ഖുർആനോത്ത്, സ്വലാത്ത്, ദിക്ർ, ഉറൂസ്, ഇതൊക്കെ തന്നെ മൂപ്പരെ പരിപാടി. പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറടക്കെല്ലാം കഴിഞ്ഞ് പെട്ടെന്നുണ്ട് ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട +2കാരിയായ മിടുക്കിയായ ഒരു ഫാത്തിമ ഫൗസിയൻ്റെ ഒരു നീണ്ട ടെക്സ്റ്റ് മെസ്സേജ് മഹല്ല് ഗ്രൂപ്പിലേക്ക് ആരോ ഇട്ട്. മരണം മുന്നേ കണ്ട പ്രിയപ്പെട്ട ഉപ്പാപ്പ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ അതിൽ വായിച്ചു നോക്കുമ്പോൾ കിട്ടണത് ഉപ്പാപ്പ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് സംസം വെള്ളമാണ് കൂടുതൽ കുടിക്കുന്നത്. തഹജ്ജുദ് സാധാ 4 റക്അത്താ നിസ്കരിക്കൽ. ഉപ്പാപ്പ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് 8 റക്അത്താ തഹജ്ജുദ് നിസ്കരിച്ചത്. ഓരോ റക്അത്തിലും യാസീൻ ഓതിയിട്ട് 8 യാസീൻ 3:15 മുതൽ 5:15 വരെയുള്ള 2 മണിക്കൂറുണ്ട് ഉപ്പാപ്പ തഹജ്ജുദിൽ ഓതി തീർക്കും. ലോഹ 8 റക്അത്ത്. ഉപ്പാപ്പ എന്താണെന്നറിയില്ല, 2 ആഴ്ചയായിട്ട് തീരെ മിണ്ടില്ല. എല്ലാവരോടും പൊരുത്തപ്പെടിച്ചിട്ട് ആരെയോ കാത്തിരിക്കണത് പോലെ ഉപ്പാപ്പ പുഞ്ചിരിച്ചിട്ടാണ് മരണപ്പെട്ടത്. അങ്ങനെ മൂപ്പര് ഇന്നോവ ഓൾറെഡി നേരത്തെ തന്നെ 80-ലാണ് അടിപൊളി റോഡായതുകൊണ്ട് വിടുന്നത്. പിന്നെ പെട്ടെന്നുണ്ടൊരു മാറ്റിയിട്ട് 100-ലേക്ക് ആക്കുന്നു. അങ്ങനത്തെ നല്ല ആജിയന്മാരുണ്ട് കേട്ടോ. നേരത്തെ തന്നെ പള്ളി ജമാഅത്തൊക്കെ ഉണ്ട്, പെട്ടെന്നൊരു മാറ്റം. മരണം മുന്നേ കണ്ടവർ, അതാണ് ശരിക്ക് നമ്മളൊക്കെ ആവേണ്ടത്. അതാണ് മനിസ്തവ യൗമാഹു ഫഹുവ മഖ്ബൂനുൻ. ഒരുത്തൻ്റെ ഇന്നലെയും ഇന്നും ഒരേപോലെ ആകാൻ പാടില്ല എന്ന് ഇസ്ലാം സിദ്ധാന്തിക്കണത്. ഇന്നലത്തേനേക്കാൾ എന്തെങ്കിലും ഒരു മാറ്റം ഇന്ന് വരണം. അല്ലെങ്കിൽ പിന്നെ നല്ല വയലട്ടാ പറയണ്ട തന്നെയാണ് മൂപ്പര് പറയുന്നട്ടാ, അടിപൊളി പ്രഭാഷണം കേട്ടോ, ഇങ്ങനത്തെ കുറേ കമൻ്റ് ഉണ്ടാവും എന്നല്ലാണ്ട് നമ്മളിലൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ കാര്യം, അതിനെക്കൊണ്ട് ഇപ്പം എന്താ കാര്യം? നമ്മളിൽ ഒരു മാറ്റം വേണം. ഇന്നലെ പോലെ അല്ല ഇന്നാവേണ്ടത്, ഇന്നല്ല നാളെ ആവേണ്ടത്. ആ മാറ്റം നമ്മളിൽ ഉണ്ടാവണം. അത് ചെറുപ്പക്കാരിൽ മാത്രമല്ല, എല്ലാവരിലും ഉണ്ടാവണം. പറഞ്ഞു വന്നത്, ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്യുമ്പോൾ ആയിരിക്കും മരണം ഉണ്ടാവുക. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ലത്തീഫി ബിരുദമുള്ള ഒരു ഉസ്താദിനെ ഒരു ഉപ്പാപ്പ കാണാൻ വന്നു. മോളെ കുട്ടിനെ മന്ത്രിക്കാൻ. നമ്മുടെ ജില്ലയിൽ ഏറെക്കുറെ ഭാഗത്തും കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുക. മോളെ കുട്ടിനെ ഒന്ന് മന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ
ഉസ്താദ് ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഡിഗ്രി പ്രായത്തിലുള്ള പയ്യനാണ്. ആ കുട്ടീൻ്റെ വായനിങ്ങനെ ഓവറായിട്ട് നുര വരുന്നുണ്ട്. അത് നല്ല മരണത്തിൻ്റെ അടയാളമല്ല. നല്ല മരണമാണെങ്കിൽ ഒന്നിക്കിൽ നെറ്റിന്ന് വിയർപ്പ് വരും, അല്ലെങ്കിൽ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്കൊഴുകാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടാവും കണ്ണിൻ്റെ മൂലയിൽ നിന്ന്, അല്ലെങ്കിൽ മൂക്കിൻ്റെ ദ്വാരം കുറച്ച് വീർത്ത് വരുന്നുണ്ടാവും. ഈ ഹിയൻ്റെ ഷറഹിൽ ഇത്ഹാഫ് എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. ഈ മരണം അത്ര നല്ല മരണമല്ല എന്ന് ഉസ്താദിന് മനസ്സിലായി. നേരെ കുടുംബക്കാരോട് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. മരിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം ഈ കുട്ടീൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. ഡ്രസ്സ് മാറ്റിക്കൊടുത്തു. അപ്പോഴാണ് വെളുത്ത തൊലിയുള്ള ഈ ഡിഗ്രി പ്രായത്തിലുള്ള പയ്യൻ്റെ കറുത്ത വര ഈ 2 ഷോൾഡറിൻ്റെ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ അത്ഭുതമായി. പെട്ടെന്നൊരു കറുത്ത വര നോക്കുമ്പോൾ ഹെഡ്സെറ്റാണ്, ഇയർഫോണാണ്. അത് ഒരാൾ വെച്ചിട്ട് ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ മ്യൂസിക്, സിനിമ പാട്ടാണ്. അസ്രായേൽ വന്നിട്ട് ഇവൻ ഓഫാക്കിയിട്ടും പാട്ട് ഓഫാക്കാൻ ആരും വന്നിട്ടില്ല. ജീവിതത്തിൽ എന്താണോ നമ്മൾ ചെയ്തത് അത് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ മരിക്കൂല. എൻ്റെ കൂട്ടുകാരെ, എന്ത് ധൈര്യത്തിലാണ് നമ്മളൊരു സിനിമയും സീരിയലൊക്കെ കണ്ടിട്ട് ഉറങ്ങണത്. ആ ഉറക്കത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ ഓരോ ദിവസം ഉറങ്ങുന്ന സമയത്തും ഇബ്ലീസും വരും, മലക്കും വരും. വോട്ട് തേടിയിട്ട് എന്തായാലും 2 വരുമല്ലോ, വരും. വോട്ട് തേടിയിട്ട് വരുമ്പോൾ അവരവരുടെ ന്യായാണല്ലോ പറയാ. അതെ, ഇബ്ലീസ് മലക്ക് 2 വരും. മലക്ക് വലതുഭാഗത്തിലൂടെ വന്നിട്ട് പറയും, ഇഖ്തിം ബി ഖൈരിൻ, ഇന്ന് വയല് കേട്ട ദിവസമല്ലേ മോനെ, ഹദ്ദാദ് ചെല്ലീനോ? നിനക്ക് വുളു ഉണ്ടോ? നിനക്ക് വുളു ഉണ്ടോ? നീ എന്തെങ്കിലും ചൊല്ലിയിട്ട് ഉറങ്ങും മോനെ എന്നിങ്ങനെ മലക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇന്നത്തെ വയല് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മനസ്സിൽ വരും. മലക്ക് പറയും, ഇഖ്തിം ബി ഖൈരിൻ, എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് ഉറങ്ങൂ എന്ന് പറയും. തൊട്ടിപ്പുറത്തുനിന്ന് ഇബ്ലീസ് പറയും, ഇഖ്തിം ബി ശർരിൻ, അല്ലാടെ ഇന്നല്ലേ നെറ്റ് തീരുന്ന ദിവസം, ഇന്ന് 12 മണി വരെയല്ലേ നെറ്റുള്ളൂ, നീ എന്ത് പിന്നെ വേ ഉറങ്ങുന്നു? ഇന്നല്ലേ മറ്റേത് ഹൈലൈറ്റ്, ഇന്നല്ലേ അതിൻ്റെ വീഡിയോ, ഇന്നല്ലേ അതിൻ്റെ ഫൈനല്. ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിലായി നമ്മളെ എൻഗേജ് ആക്കും. ഓരോ ദിവസം ഉറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇബ്ലീസിനാണോ വഴിപ്പെടുന്നത്, മലക്കിനാണോ വഴിപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ച കൂട്ടുകാർ, അവർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ വന്നിട്ട് പറയാ, ഉപ്പ വഫാത്താവാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ ഒറ്റ കരച്ചിൽ. അപ്പോൾ മോളോട് ഉപ്പ ചോദിക്കുക, മോളെന്തിനാ കരയണത്? ഉപ്പാനെ അള്ളാഹു നരകത്തിലിടൂന്ന് മോള് പേടിച്ചിട്ട് കരയാ? അതിനാണോ മോള് കരയണത്? എന്നാൽ മോള് കേട്ടോളി, ഉപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. ഉപ്പ 25 കൊല്ലം ഈ റൂമിൽ ജീവിച്ചിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. കൂട്ടുകാരെ, നമ്മുടെ ബെഡ്റൂമിനും അങ്ങനത്തെ കഥ പറയണ്ടേ? നമ്മുടെ ബെഡ്റൂമിനും പറയണ്ടേ? 25 കൊല്ലം ഉപ്പ ഈ റൂമിൽ ജീവിച്ചിട്ട് ഉപ്പ ഒരു തെറ്റും ഈ റൂമിൽ നിന്ന് ചെയ്തില്ല മോളെ. ഇതല്ലേ ഉപ്പമാരാവേണ്ടത്? ചെറുപ്പക്കാരായ ഉപ്പമാര് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വിട്ടിട്ട് മരപ്പട്ടനെ പോലെ ജീവിക്കുകയാണെങ്കിൽ അത് എന്താ മദ്രസിൻ്റെ ഫീസാ, അത് തരാം വിട്ടോ. പിന്നെ ഈ പിള്ളേരെങ്ങനെ നന്നാവല്? ഈ ചെറുപ്പക്കാരനായ ഉപ്പ അർജന്റീനൻ ഫാൻസ് ആണെങ്കിൽ മോനെ ഏറ്റവും ചുരുങ്ങുന്നത് ഫ്രാൻസ് എങ്കിലും ആവുമല്ല, റണ്ണസപ്പെങ്കിലും ആയിട്ടില്ലെങ്കിൽ മോശമല്ലേ? പിന്നെ എങ്ങനെയാ പിള്ളേർ നന്നാവല്? അതുകൊണ്ട് ഫീ ഇബാദത്തില്ലാ, നമ്മുടെ യുവത്വം അത് തീർന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു കാലത്തും അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമുക്ക് പണം കൊടുത്താൽ
നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റും, കടം കൊടുക്കാം, കടം വാങ്ങാം, ഇതൊക്കെ പറ്റും. സമയം പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന് അത്ര ഫ്രീ ടൈം ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എടുത്തോളി എന്ന് പറഞ്ഞിട്ട് സമയം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സമയത്തിന് വിലയില്ല. സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുക്കും, പിന്നെ സമയം പോയത് തന്നെ അറിയൂല. നമുക്ക് നമ്മളെ നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മക്കളെ നന്നാക്കാൻ കഴിയല്? നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവരെ ശരിയാക്കല്? ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്ന കാര്യമാണ് സമയം നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ട്. അതാണ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ കേൾക്കാറില്ലേ, മരിക്കുന്ന സമയത്ത് ഇയാൾ കെഞ്ചി നോക്കും, ലൗല അഖർതനി, പ്ലീസ് റബ്ബേ, എന്താ വേണ്ടടാ, ഇല അജൽ, കുറച്ച് സമയം തരുമോ? എത്ര വേണം? ഒരു 6 മാസം, എന്നാൽ ഒരു 3 മാസം ഒന്നും കിട്ടൂല. ഇല്ല അര ദിവസം ഇല്ല, 1 മണിക്കൂർ, അരമണിക്കൂർ, 1 മിനിറ്റ് കിട്ടോ? ഇല്ല, അര മിനിറ്റ് കിട്ടോ? എന്നാൽ 1 സെക്കൻഡ് കിട്ടോ? അര സെക്കൻഡ് കിട്ടോ? അതാണ് അജൽ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം സമയം എന്നാ. പിന്നെ ഖരീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിട്ടുന്നതിൻ്റെ ഏറ്റവും ചെറുത് കിട്ടിയാൽ മതി. ഈ അര സെക്കൻഡ് 1 സെക്കൻഡെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്ന്റെ സുബ് ആ 2 അക്ഷരമെങ്കിലും ചെല്ലായ എന്നൊരു 20 കൂലി കിട്ടുമല്ലോ. ഹയ്യടാ, ലാസ്റ്റ് സീൻ ടുഡേ 1:36 വാട്സപ്പിൽ ഡെയിലി. അന്നേരം എനിക്കിത് ഓർത്തിട്ടില്ലല്ലോ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അസ്റായിൽ ഓൺ ദി ടൈം വരും, പിടിക്കുകയും ചെയ്യും. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ, മരിക്കും. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീഴുന്നു, മരിക്കുന്നു. അള്ളാൻ്റെ കണക്ക് അങ്ങനെയാണ്. വളരെ വേഗതയിൽ പോകുന്ന റോഡ്, റെഡ് സിഗ്നൽ, ട്രാഫിക്കിൽ നിന്ന് കത്തി, കാറുകളെല്ലാം സ്റ്റോപ്പാക്കി. റെഡ് സിഗ്നൽ മാറി ഗ്രീൻ ലൈറ്റിലേക്ക് എത്തിയപ്പോൾ മുമ്പിലത്തെ കാറ് പോകുന്നില്ല, ഓണടിച്ചിട്ട് ചൂടായി. 2-3 കാറുകൾ ഡോറ് തുറന്നിട്ട് ചൂടാവാൻ വേണ്ടി പോയി നോക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട മനുഷ്യൻ്റെ തല ചെരിഞ്ഞിട്ടുണ്ട്. ആ ഫ്യൂ സെക്കൻഡിൽ റെഡ് ഗ്രീൻ ലൈറ്റിൻ്റെ ഇടയിൽ അയാൾ മരിച്ചിട്ടുണ്ട്. 1 സെക്കൻഡും പിന്തിക്കൂല മോനെ, പിന്തിക്കൂല. ലാസ്റ്റ് സീൻ ടുഡേ, ഇൻസ്റ്റ, വാട്സപ്പ്, എത്ര ടൈം ഇതിൻ്റെ? ഇനി ഒരാൾ നരകത്തിലെത്തിയാലോ? അന്നും ടെൻഷൻ അടിക്കൽ സമയത്തിനാ, വേറൊരു കാര്യത്തിനല്ല. നരകത്തിലെത്തിയാൽ അവർ വിളിച്ചു പറയുന്ന വിളിച്ചു പറച്ചിൽ എന്താ? റബ്ബനാ. അള്ളാഹുവിക്ക് എന്തിനാണ് ഈ ചങ്ങായിമാർ കുറേ നേരം വിളിക്കണത്? എന്താടാ കാര്യം? അഖ്രിജ്നാ, ഈ നരകത്തു നിന്നൊന്ന് പുറത്തിറക്കി തരുമോ? എന്തിന് പുറത്തിറക്കി തരുമോ? എന്തിനാണ് പുറത്തിറക്കി തരണം എന്ന് പറയണത്? നഅമൽ സ്വാലിഹൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളാം. അതൊക്കെ വെറുതെടോ. ഒന്നും കൂടി ദുനിയാവിലേക്ക് അയച്ചാൽ നീ പണ്ട് കണ്ട ഫുട്ബോളിൻ്റെ ഹൈലൈറ്റ് കാണാൻ നോക്കുന്നല്ലാണ്ട് നീ നന്നാവുന്നു തോന്നുന്നില്ല. ഇല്ല, ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് കളിച്ച ഒരു പൊട്ടം കളിയും ഞാൻ കളിക്കൂല, ഞാൻ നന്നാവും, ഉറപ്പ് നന്നാവും. എന്നിട്ടിപ്പോൾ എന്താ എനിക്ക് വേണ്ടത്? ഭാര്യനെ? കെട്ടിടോ? സമ്പത്തോ? അല്ല. പിന്നെ എന്താ വേണ്ട? ഒച്ചതി പറയ്. വീടോ? അല്ല. വണ്ടിയോ? അല്ല. പിന്നെ എന്താടോ? കുറച്ച് സമയം തരുമോ? എത്ര സമയം വേണ്ടേ? എത്ര തരുന്നെന്ന് വെച്ചാൽ അതിനങ്ങോട്ട് തന്നാൽ മതി. ഓഹോ, അപ്പോൾ എന്താ മുമ്പ് എനിക്ക് ദുനിയാവുന്ന ഞാൻ സമയം തന്നിട്ടില്ലേ? തന്നിന്. അന്നേരം എന്താ നീ കാര്യമായിട്ട് ഉപയോഗിക്കാതിരുന്നത്? അത് ഞാൻ ചമ്പാൾ, പാനൂർ, കൊയിലാണ്ടി, പറഞ്ഞോ, ഒച്ചത് പറയ്. ഞാൻ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, 28-ാം വയസ്സിൽ മരിച്ചതാണ്. കാര്യമായിട്ടൊന്നും ദുനിയാവിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല. നന്നാവണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് അപകടത്തിൽ ആ പോസ്റ്റും അയാൾ നീയാന്നല്ലേ? പിന്നെ മാഡം പെണ്ണുങ്ങളെന്തോ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസിൽ കത്രിക ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലായി പോയിട്ട് 32-ാം വയസ്സിൽ മരിച്ച്. അതുകൊണ്ട് കാര്യമായിട്ട് നന്നാവാന്ന് പറ്റിയിട്ട. കല്യാണവും അടിച്ചുപൊളിയും ഡിഗ്രിയും PG എല്ലാം കഴിഞ്ഞിട്ട് ഒരു നന്നാവലിലേക്ക് നടക്കുമ്പോഴാണ് പിന്നെ എൻ്റെ മരണം ഉണ്ടായത്. ഓ, അത് ശരി. കാര്യമായിട്ടൊന്നും ആയുസ് കിട്ടാത്തതുകൊണ്ട് ഒന്നും കൂടി കിട്ടുമെന്നാണ് ചോദിക്കുന്നതിന് താല്പര്യമല്ലേ? അത് നേരത്തെ പറഞ്ഞ പോരെ. അള്ളാൻ്റെ മറുപടി എന്താ അറിയാ?
അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സർ, ഓ സാറേ, നിങ്ങൾക്ക് എത്ര വയസ്സെന്നാ പറഞ്ഞാൽ മരിക്കുമ്പോൾ? 28 വയസ്സ്. 25 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരതാ സ്വർഗത്തിൽ, പ്ലസ് 3 കൊല്ലം കിട്ടിയില്ലേ കടക്കട നരകത്തിൽ. മാഡം എത്ര വയസ്സ്? 32. 20 വയസ്സുള്ള ചുണക്കുട്ടികളതാ, പെൺമക്കളതാ സ്വർഗത്തിൽ, പ്ലസ് 12 കൊല്ലം എനിക്ക് കിട്ടി കടക്ക് നരകത്തിൽ. ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 3:16. എന്തിനാ നമ്മുടെ ആയുസ് കളയണത്? റീൽസിക്ക് ഒരു താരം ബൂട്ട് കെട്ടുന്നത്, വേറൊരാൾ ബൂട്ട് അയക്കുന്നത്, ഇത് കണ്ടിട്ട് എന്തിനാ നമ്മുടെ കാലം കളയണത്? എന്തിനാ നമ്മളെ കാലം കളയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതാണ് നമ്മുടെ ഓരോ സമയം. ശരിക്കും പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഒന്ന് നിങ്ങൾ ചൊല്ലിയേ, ഒന്നും കൂടി ചൊല്ലു. സുബ്ഹാനല്ലാഹ് മാത്രം ചൊല്ലിയാൽ മതി. ഒന്നും കൂടി ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊണ്ടവേദന ഉണ്ടോ? ടോൺസസിൻ്റെ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഒരു സുബ്ഹാനല്ലാഹ് എത്ര സമയം വേണ്ട? ഒരു സുബ്ഹാനല്ലാഹ് ഇല്ല, സ്വർഗത്തിൽ ഒരു മരം കിട്ടും, ളില്ലുഹു ദായിമുൻ, അതിൻ്റെ തണൽ എപ്പോഴും കിട്ടും, അതിൻ്റെ പഴം എപ്പോഴും കിട്ടും. ഈന്തപ്പന മരം കിട്ടുക, ഏറ്റവും ചുരുങ്ങിയത് ഈന്തപ്പന മരം കിട്ടും. സാധാരണ ദുനിയാവിലുള്ള ഫ്രൂട്ട്സുകൾ എന്ന് പറഞ്ഞാൽ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോകുക. ആ 3 കാരണവും സ്വർഗത്തിലെ ഫ്രൂട്ട്സിന് ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് സൂറത്തുൽ വാഖിയിൽ അള്ളാഹു പറഞ്ഞത് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅൻ. എന്താണ് സ്വർഗത്തിലെ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത? വിലക്കയറ്റമില്ല, പൂഴ്ത്തിവെപ്പില്ല, കൊക്കനെ കൊണ്ട് എത്തുന്നില്ല. എടുത്ത 3 കാരണം അതാണല്ലോ. എനിക്ക് മാങ്ങ കിട്ടിയിട്ടില്ല, ഇല്ല, എത്തുന്നില്ല ഒന്ന്. പിന്നെ മറ്റേ PS അനാറോ വലിയ വിലയുള്ള 500 രൂപ കിലോനുള്ള ഒരു PS ഒരാൾ 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞ് കുറച്ച് PS വേണമല്ല. അയാളെ കൈ കച്ചവടക്കാർ ഈടെ പിടിച്ചിട്ട് മൊത്തം തടവിയിട്ട് പറയും പോയിക്കോന്ന്. എന്താ അതിൻ്റെ പ്രശ്നം? വിലക്കയറ്റാണ്. പിന്നെ ഇപ്പം മാങ്ങ എന്താ കിട്ടാത്തത്? വിലക്കയറ്റമല്ല, സീസണല്ല. ഈ 3 പ്രശ്നവും സ്വർഗത്തിലില്ല. അങ്ങനത്തെ ഒരു ഫ്രൂട്ടിൻ്റെ, ഈന്തപ്പന മരത്തിൻ്റെ ഒന്ന് കിട്ടാൻ ഒരു സുബ്ഹാനല്ലാഹ് ഇല്ലാ മതി. 2 ചെല്ലിയാലോ 2 മരം കിട്ടും, 3 ചെല്ലിയാലോ 3 മരം കിട്ടും. ഇങ്ങനെ മലക്കൾ ഈ ചൊല്ലുന്ന ആൾക്ക് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പണി നിർത്തും. അപ്പം മലക്കൾ ഒഴിക്കും, വേറെ മലക്കൾ ഒഴിക്കും, നിങ്ങളെന്താ പണി നിർത്തിയത്? അച്ചങ്ങായി ചൊല്ലൽ നിർത്തിയിട്ട് വാട്സപ്പിലേക്ക് പോയി. അപ്പം പിന്നെ എന്തിനു? പക്ഷെ ആ സുബ്ഹാനല്ലാഹ് മദ്രസയിൽ പഠിക്കുന്ന ആ കാലത്ത് ചൊല്ലി തീർത്തു എന്നല്ലാണ്ട് പിന്നെ എന്നാ നമ്മൾ ചൊല്ലണത്? സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമായി എത്ര മാർഗം അല്ലാഹ് വെച്ചിട്ടുണ്ട്. 10 ഖുൽ ഹുവല്ലാഹു ഡെയിലി ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ വീട് കിട്ടും. ഇത് കേട്ടപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു 20 എണ്ണം ഓതിയാലോ? 2 വീട് കിട്ടും. 30 എണ്ണം ഓതിയാലോ? എത്ര ഓതുന്നോ അതിനനുസരിച്ച് കിട്ടും. ഈ 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ എത്ര സമയം വേണ്ടത്? 2 മിനിറ്റ്. 2 മിനിറ്റ്. ഒരു ദിവസം എത്ര സമയമുണ്ട്? 24 മണിക്കൂർ. മലയാളത്തിൽ പറഞ്ഞാൽ 86,400 സെക്കൻഡ്. 86,400 സെക്കൻഡിൽ 2 മിനിറ്റ് പോലും നമുക്ക് ചെലവഴിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ടുക? പരലോകത്ത് നമ്മളും സ്വർഗം കൊടുക്കുന്ന ടീമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും അറിയൂലേ കൊടുക്കണ്ട, ആ ചങ്ങയ്ക്ക് കൊടുക്കണ്ടെന്ന് നമ്മൾ തന്നെ പറയൂലേ? ആയിരക്കണക്കിന് മെസ്സേജ് സ്ക്രോൾ ചെയ്യുന്ന നമുക്ക് 2 മിനിറ്റ് ചെലവഴിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ചെറുപ്പക്കാരെ, വേറെ ആളെ സ്റ്റാറ്റസ് നോക്കാൻ 30 സെക്കൻഡ് വേണം. ഈ 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ 15 മരം സ്വർഗത്തിൽ വാങ്ങാം. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. ഈ സ്റ്റാറ്റസ് നോക്കുന്ന സമയവും നമുക്ക് എന്തുകൊണ്ടാണ് വിലയില്ലാത്ത വെച്ചാൽ, നമ്മളിപ്പോൾ തലശ്ശേരിയിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിന്നോ എവിടെന്നെങ്കിലും എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പോകണം. വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പ് നോക്കിയിട്ട് ട്രെയിൻ ഡിലേ ഇല്ല. സുബ്ഹാനല്ലാഹ്, ട്രെയിൻ കിട്ടുമോ ഇല്ലയോ? ഇത് കിട്ടിയില്ലെങ്കിൽ ഫ്ലൈറ്റ് അടക്കം മിസ്സാവും എന്നുള്ളിടത്തോളാണ് ഉള്ളത്. അപ്പോഴാണ് ട്രാഫിക് ജാമിൽ കുടുങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെ ഡിസ്പ്ലേ ഉണ്ട്, 30 സെക്കൻഡ് ഉണ്ട് ഇനിയും നമ്മുടെ ഗ്രീൻ ലൈറ്റ് കത്താൻ. 30 സെക്കൻഡ്, 29, 28, 20. എന്താ ഈ 30 സെക്കൻഡ് ഇങ്ങനെ തോണ്ടിക്കളിയുന്ന? ആ ബക്കറ്റ് വരുന്നുണ്ട്. വെള്ളം കോരാനല്ല വരുന്നത്, നല്ല സ്വതക്ക കൊടുക്കണം. സ്വതക്ക ചെയ്താൽ അയാൾക്ക് സ്വർഗം ഉണ്ട് എന്നാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. സ്വതക്ക ഈ ബക്കറ്റിൽ 500 രൂപ ഇട്ടാൽ ബക്കറ്റ് പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ നോക്കണം. എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കൽ 500 ഇടണം. എപ്പോഴും കഴിയില്ല.
10 ഇടരുത് എന്നർത്ഥം. നമ്മളൊക്കെ ചെറിയ മുത്താലിമായ കാലത്ത് ഉറുദിക്ക് പോകുമ്പോൾ കിട്ടൽ 10. ഇപ്പോൾ മുത്താലിങ്ങൾക്ക് കൊടുക്കുന്നത് 10. എപ്പോഴെങ്കിലും ഒരിക്കുക, എപ്പോൾ 500 നമുക്ക് കഴിയില്ലെങ്കിലും ആ 500 ഇട്ടിട്ട് ബക്കറ്റ് എന്തെങ്കിലും ആവുന്നുണ്ടോ നമുക്ക് നോക്കാമല്ലോ. പെട്ടെന്ന് അങ്ങനെ സർഫ് പൊടിയിലിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കഴിയുന്ന നല്ല സ്വതക്കുകൾ നിങ്ങളൊക്കെ നൽകുന്നവരാണ്. അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ.